കുറേ നാളായിട്ട് ഇൻസ്റ്റയിൽ കാണുന്നതാണ് പഴംപൊരി ഐസ്ക്രീമും ഉള്ള കോമ്പിനേഷൻ. എന്നാൽ പിന്നെ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഴം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴംപൊരിയും ഐസ്ക്രീമും കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്താ ചെയ്യാൻ പറ, ഇതെന്നാ പരിപാടി? പഴംപൊരി പഴംപൊരി വിത്ത് ഐസ്ക്രീം. അതെ, നല്ല മുരുമുരാന്നുള്ള പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലോട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തെടുത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. പഴം കീറി വെച്ചിട്ടുണ്ട്. മാവും കുഴച്ച് വെക്കുന്നു. ഉണ്ടാക്കാം. ഓക്കേ. അപ്പോൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏത്തയ്ക്കാപ്പം. അങ്ങനെ നമ്മളുണ്ടാക്കിയ പഴംപൊരി നല്ല കിട്ടിലിനായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ബേസ്, നമ്മൾ അടുത്ത ബാലൻസ് ഉള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചൂടാകാൻ വെക്കാം നമുക്കിനി. ഓ മോനെ, വാട്ടിയപ്പോളെ. അങ്ങനെയാണ് പഴംപൊരിയും ഐസ്ക്രീമും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം. നല്ല മുരിഞ്ഞ പഴംപൊരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് ചൂടുണ്ട്. അങ്ങനല്ല, മുട്ടി മിക്സ് വെച്ചാൽ അങ്ങനെ നമ്മൾ പഴംപൊരി ഐസ്ക്രീമും ഇനി ഇച്ചിരി കുത്തി ഉടച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എടുത്തേക്കുന്ന വാനിലയുടെ ഐസ്ക്രീമാണ്. വാനില പഴംപൊരി എടുത്തിട്ട് ഐസ്ക്രീമിലോട്ട് അങ്ങോട്ട് സെറ്റാക്കി. കഴിക്കണേ. പിന്നെ നമ്മുടെ പഴംപൊരി ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റ്. ഫോട്ടോ